വിശ്വസിക്കുന്നു എന്റെ അല്ല നിങ്ങളുടെ ഈ സൂപ്പർ മോം എന്ന ചാനൽ ഈ വിഷയമായി പിന്നിട്ട് കൊണ്ട് ഒരു മാസം തികഞ്ഞിട്ടില്ല. അതിനിടയിൽ തന്നെ നമ്മളെ വിശ്വസിച്ചുകൊണ്ട് ഒരുപാട് പ്രതീക്ഷയോടെ എല്ലാ ദിവസവും നമുക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരുപാട് സഹോദരി സഹോദരന്മാരാണ്. ഈ കുറഞ്ഞ കാലയളവിൽ നമ്മളോടൊപ്പം കൂടിയിരിക്കുന്നത് 9,000-ലേറെ ഫാമിലിയാണ്. അതിലേറെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ദുആ ഉണ്ടാവും ട്ടോ. നല്ല ജീവിതം തരല്ലേ, ബുദ്ധിമുട്ടിയിരിക്കണവർക്ക് നല്ല ജീവിതം തരല്ലേ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അനിയത്തി ആവട്ടെ ജ്യേഷ്ഠത്തി ആവട്ടെ ഹൈർ നാളെ ആഖിറത്തിൽ പ്രതിഫലം കിട്ടത്തില്ലേ? അത് മതി. അത് മതി. അല്ലാതെ മാട്രിമോണിയോ നിക്കാഹോ ഒന്നും അല്ല. അള്ളാഹു ആഖിറത്തിൽ ഇതിന് ഓരോ ജീവിത പങ്കാളിയെ തിരഞ്ഞു കൊടുക്കുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ പ്രതിഫലം തരുമല്ലോ. പേഴ്സണലായിട്ട് ഞാനൊരു കാര്യം പറയാണ്. ഒരുപാട് കൺഗ്രാജുലേഷൻ ഉണ്ട്. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ തരട്ടെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും. പിന്നെ അതിനുള്ള തക്കതായ പ്രതിഫലം അള്ളാഹുവിൻ്റെ കയ്യിൽ നിന്ന് എന്തായാലും കിട്ടും. ഈ ചാനൽ എൻ്റെ മറ്റുള്ള ചാനലും വളരെ ഡിഫറെൻ്റ് ആണ്. എല്ലാവർക്കും ഞാൻ എൻ്റെ സിസ്റ്ററിനെ പരിചയപ്പെടുത്തിയപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കും വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് ഈ ചാനൽ. എന്തായാലും നന്നായി മുന്നോട്ട് പോട്ടെ. ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ. എന്താ വെച്ചാൽ അള്ളാഹു നല്ല രീതിക്ക് ആക്കി തെറ്റത്തെ ഒരു കുഴപ്പമില്ലാതെ ഈ ചാനൽ മുന്നോട്ട് പോട്ടെ. അത്ര നമുക്കുള്ളൂ. അള്ളാഹു എന്നത് നിലനിർത്തി. ഏതായാലും ഒരു കുട്ടികൾക്കുള്ള കഞ്ഞിൻ്റെ പ്രശ്നമല്ലേ, ഏതായാലും അള്ളാഹു നല്ലൊരു ദീനിയായ ഒരു ഇതല്ലേ. അതുകൊണ്ട് നമുക്ക് എന്നും ഇത് നിലനിർത്തിയിട്ട് അള്ളാഹു നല്ല രീതിക്ക് ആക്കി തെറ്റാണ്. അനിയത്തിക്കുട്ടിക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ ചാനൽ കണ്ട് വളരെയധികം സന്തോഷമായി. ഒരുപാട് ആൾക്കാർക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. മോൾക്ക് അല്ലാഹു ഖൈറ്, അതിൻ്റെ ഖൈറ് ദുനിയാവിലും ആഖിറത്തും നൽകട്ടെ. എത്ര കുട്ടികൾ, പാവപ്പെട്ട കുട്ടികൾ പുരയിലിരിക്കുന്നുണ്ട്. സ്വത്ത് മുതലും തന്നത് അല്ലാഹയാണ്, സൗന്ദര്യം തന്നത് അല്ലാഹയാണ്. ഒരേ വീട്ടിൽ 100, 50, 500 പവനിട്ട് കെട്ടിച്ച് കൊടുത്തു വിടുന്നില്ല ഒരേ വീട്ടിലുള്ള. നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിനോട് ഒരു താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങളുടെ വീഡിയോ യൂട്യൂബിൽ കണ്ടതും അതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചതും എൻ്റെ ഇക്കായ. എന്നിട്ട് ഞാൻ പറഞ്ഞു വേണ്ട, നമുക്കിങ്ങനെ ഒരു ഏർപ്പാട് വേണ്ട, പറ്റിയില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ കൊച്ചിൻ്റെ വീഡിയോ ഒന്ന് കേട്ട് നോക്ക്. ഞാൻ പറഞ്ഞു ഓക്കെ കേൾക്കാം. അങ്ങനെ ഞാനിരുന്ന് കേട്ട് അവിടെ ഇരുന്നുകൊണ്ടാണ് ചാറ്റ് ചെയ്തതും കോണ്ടാക്ട് ചെയ്തതും എല്ലാം അവിടെ ഇരുന്നത്. അപ്പോൾ എനിക്ക് വീഡിയോ കണ്ടപ്പോഴത്തേനും എനിക്ക് വിശ്വസിക്കാമെന്ന് തോന്നി. ഈ പരിപാടി നല്ല സത്യസന്ധമായിട്ടുള്ള ഒരു പരിപാടിയായി തോന്നി. അതുകൊണ്ടാണ് മെസ്സേജ് അയച്ചത്. ആയി ഞങ്ങൾ നോക്കുന്ന ഒന്നും ഇങ്ങോട്ട് ആവുന്നുമില്ല. പകുതിയിൽ ഞങ്ങൾ കൊടുത്തു നോക്കി, അതൊന്നും ആകുന്നില്ല. പൈസ പോകുക എന്നല്ലാണ്ട് ഇങ്ങനെ കാണലുണ്ട്. ഓരോരോ ഒക്കെ തോന്നി അതിലൊന്ന് ഇടട്ടെ അങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ. ഇതിലിങ്ങനെ ഞാൻ ഈ യൂട്യൂബിൽ ഈ ചാനൽ എപ്പോഴും ഞാൻ കാണുന്നത് എൻ്റെ മോൻ്റെ ഒരു കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പൈസ മുടക്കി. ജോഡിയപ്പ് എന്ന് പറഞ്ഞാൽ അതിലും ഞാൻ പൈസ കൊണ്ടിട്ട്. അപ്പോൾ ഇനി എനിക്ക് വയ്യ. അപ്പോൾ ഇതിങ്ങനെ ഞാൻ മൊബൈലിൽ ഇങ്ങനെ എപ്പോഴും നോക്കുമ്പോൾ മോളെ ഈ സംസാരം കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഈ വഴിയും കൂടെ ഒന്ന് മുട്ടി നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിന് ഇതായത്. ഉണ്ട് യൂട്യൂബ് ചാനലുകളും ഇതും കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങളെ ഈ വോയിസും ഇതും കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു വിശ്വാസ്യത തോന്നി. നിങ്ങൾ ചെയ്യുന്നൊരു സേവനം തന്നെ, ചെയ്യുന്നത് നല്ല കാര്യമാണെന്നുള്ളത് എനിക്ക് ഈ ചാനൽ കണ്ടപ്പോഴേ മനസ്സിലായി. എന്നുവെച്ചാൽ ഒരു പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ച് പെൺകുട്ടികൾക്ക് ഒരുപാട് വൈകിപ്പോയ പെൺകുട്ടികൾക്കുള്ള വീണനെ കൊണ്ടു കൊടുക്കാന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു സംഗതിയല്ലേ. യൂട്യൂബിൽ കുറേ നിങ്ങൾ വീഡിയോസൊക്കെ കാണുക, അങ്ങനെ ഒരു നല്ല പ്രതീക്ഷയിലാണ് ഈ മെസ്സേജ് അയക്കണത്. ഞാൻ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് വന്നിട്ട് മെസ്സേജ് അയച്ചതൊന്നുമല്ല. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടു. അതിൽ നിങ്ങൾ എന്താ പറയുക, ഒരുപാട് പേർക്ക് നല്ല പ്രപ്പോസൽ ശരിയാക്കുന്നതും അങ്ങനത്തെ ഇതെല്ലാം ഞാൻ കണ്ടു. കുറേ വർഷങ്ങളായിട്ട് കുട്ടികൾ എല്ലാം എന്താ പറയുക, വർഷങ്ങളായിട്ട് ഭർത്താവില്ലാതെ കുട്ടികളെയും ഭാര്യയെയും ഉപേക്ഷിച്ച് പോയവരെ അവർക്ക് ഭർത്താവിന് ശരിയാക്കി കൊടുക്കുന്ന
എല്ലാം ഉള്ളിൽ ഇറങ്ങി നോക്കുമ്പോഴേ അതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയുള്ളൂ. അത് അവർ തമ്മിൽ ആകുന്നേ നല്ലത്. നമുക്ക് അത് വിഷയമൊന്നുമില്ല, നമ്മൾ നേരിട്ട് അന്വേഷിച്ചോളാം. ഓക്കെ. പക്ഷെ ഇങ്ങനെ ഒരു കണക്ട് ചെയ്യാൻ ഒരാളുണ്ടാകുന്നത് നല്ല തന്നെയല്ലേ? അത് വലിയൊരു കാര്യം തന്നെ, ഒരു പുണ്യമുള്ള കാര്യമാണ്. നമുക്കൊക്കെ അത് ഉപകാരം തന്നെയാണ്. ഇതിനായി നമുക്ക് എല്ലാവർക്കും ഇനി മുതൽ ഒറ്റക്കെട്ടായി നിൽക്കാം. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? അതെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ ചാനൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നമുക്കിടയിൽ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇതൊരു ഉപകാരപ്രദമായ ചാനലായി മാറട്ടെ. നിങ്ങൾക്കൊരു അറിവുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോഴാണ് നിങ്ങൾ പൂർണ്ണ മനുഷ്യരാകുന്നത്, അല്ലേ? ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ഇത് നിങ്ങളുടെ ചാനലാണ്. ആവശ്യമുള്ളവർ ഇത് ഉപകാരപ്പെടുത്തട്ടെ. ഞാനിതാ നിങ്ങളോട് പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാക്ക് തരുന്നു, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. എന്താണ്? നിങ്ങൾക്ക് എന്നെയും എൻ്റെ ചാനലിനെയും വിശ്വസിക്കാം. ഞാൻ നിങ്ങൾക്കിടയിൽ എത്തിക്കുന്ന പരസ്യത്തിലെ ഓരോ കാര്യങ്ങളും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഓരോ കസ്റ്റമറോടും മറച്ചു വെപ്പില്ലാതെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ബാക്കി അവർ പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളും സത്യസന്ധത പുലർത്തുക.